ഇതിപ്പോ ബൊഗേൻവില്ലയാണ്. ഇവിടെ ഒരുപാട് ബൊഗേൻവില്ല ഉണ്ട് കേട്ടോ. ഒരു വീട്ടമ്മയുടെ ഒരു കളക്ഷൻ ഓഫ് ബൊഗേൻവില്ലയാണ്. ഇതാണ് വീട്ടമ്മ. ചേച്ചി പേരെന്താ? ജിജി. ജി ചേച്ചി. ഓക്കെ ചേച്ചി, ഇവിടെ എത്ര വെറൈറ്റി ഏകദേശം ഉണ്ടാവണം? ഏകദേശം ഒരു 25 ബൊഗേൻവില്ല മാത്രം അല്ലേ? ഈ ബൊഗേൻവില്ല അപ്പോൾ അതെങ്ങനെയാ, നമ്മൾ പ്രൂൺ ചെയ്ത് വെക്കുകയാണോ അതോ ഏതൊക്കെയാ ഒന്നും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ബൊഗേൻവില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ നിന്നാണല്ലോ അല്ലേ? ഇത് മജന്ത കളറോ അല്ല ഓറഞ്ച് കളർ? ഓറഞ്ച് കളർ. ഇതും സെയിം കളർ തന്നെയാണ്. ഓക്കെ, ഇതോ? അത് ചില്ലി റെഡ്. ചില്ലി റെഡ്. അത് കുറച്ച് ലൈറ്റ് റെഡ് ആണ്. അത് ഒരു ഓറഞ്ച് ചെറിയ വേറെ. ഓക്കെ, ഇത് വൈറ്റ് ആണല്ലോ, പ്യോർ വൈറ്റ്. പിന്നെ ഇത് നേരത്തെ കണ്ട ആ റെഡ് അല്ലേ? ഇത് മജന്ത. മജന്ത. ഓക്കെ, പിങ്കിനല്ല. ഓക്കെ, മജന്ത കളർ അടിപൊളിയായിരുന്നല്ലോ. ഇവരൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രൂൺ ചെയ്ത് നിർത്താണോ? പ്രൂൺ ചെയ്താണല്ലേ? എത്ര നാളും കൊണ്ട് ഇത്രയും കളക്ഷനൊക്കെ വന്നത്? ഇത് വർഷങ്ങളായി, കുറച്ച് വർഷങ്ങളായി. ഇത് റൂബി റെഡ്. ഇതൊക്കെ നല്ല ഇനം ചെടി. അത് നിറയെ പൂവായിരുന്നു. ഇതിപ്പോ പൂ കഴിഞ്ഞല്ല, ഇല ഇല്ലാണ്ട് പൂവുണ്ടായതായിരുന്നു. കട്ടി റെഡ് ആണ്. ഇതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാന്ന് തോന്നുന്നു. റൂബി റെഡ് തന്നെയാണ്. റൂബി റെഡ് നല്ല ഇതുള്ള സ്റ്റഡി. അത് ഇത്രയും വെറൈറ്റി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മറ്റേ പ്ലാന്റുകളുടെ ഒന്നില്ലെങ്കിൽ മറ്റേ നഴ്സറികളിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ പിന്നെ പിങ്ക് അല്ലേ? പിങ്ക് കളറുണ്ട്. അടിപൊളി. ഇത് നമ്മൾ നേരത്തെ കണ്ട വ്യത്യാസമുണ്ട്. പൂ വ്യത്യാസമുണ്ട്. അതൊക്കെ പൂ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെയുണ്ട്. നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാവല്ലോ കേട്ടോ, ഒരുപാട് വെറൈറ്റി. ഇതാ പിങ്ക് കളർ അല്ലേ? ഇത് അതും ഒരു പിങ്ക് കളർ. അത് വ്യത്യാസമുണ്ട്. പക്ഷെ ആ പൂവിന് വ്യത്യാസമുണ്ട്. കുറച്ച് ഷേപ്പ് വ്യത്യാസമുണ്ട്. ഇത് അതും ഒരു പിങ്ക് തന്നെയാണ്, പക്ഷെ അത് വ്യത്യാസമുണ്ട്. എല്ലാം ചെറിയ പൂ. അതെ, ഇത് വലിയ വൈറ്റ്. ഇല പോലെ തന്നെ. ഇല നല്ല പോലെ. ഓക്കെ, അപ്പുറം നിപ്പുണ്ട്. ഏകദേശം 10-25 ഉണ്ട്. ഇത് കുറെ അധികം ഉണ്ട്. എൻ്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ കളക്ഷൻ. 25 വെറൈറ്റി ഉണ്ടാക്കുന്ന നിസ്സാരല്ല. ഇതിപ്പോ നമുക്ക് പലയിടത്തുനിന്ന് കളക്ട് ചെയ്ത് വാങ്ങിച്ചതാ. ഇതൊക്കെ വാങ്ങിച്ചതാ. അത് എൻ്റെ കയ്യിൽ നിന്ന് കുറെ പോയി, കച്ചവടമായി പോയി. അപ്പൊ ഞാൻ കുറച്ച് വെറൈറ്റി ഞാൻ വാങ്ങിച്ചു. ഇവിടെ സെയിലുണ്ട്. ചട്ടിയപ്പാട് സെയിലുണ്ട്. നമ്മുടെ ഈ വീടിന് ചുറ്റും, വീടിന് മുകളിലും ചുറ്റും താഴെയൊക്കെ ആയിട്ട് ഒരുപാട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കാണിക്കാം. അതൊക്കെയാണ്. ഏതാണ്? ബോഗൺവില്ലയിൽ ഇപ്പൊ ഇത് ഫൈറോപ്പാൽ അല്ലേ? ഇതിന്റെ പേരാണ് ഫൈറോപ്പാൽ. നല്ല. ഇതിന് മുള്ള് കുറവാണ്. ഇതിന് മുള്ളില്ല. സാധാരണ ബൊഗേൻവില്ലയ്ക്ക് ഇത് ഹാങ്ങിങ് ആയിട്ടും ഇടാം. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഹാങ്ങിങ് ആയിട്ടാണെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി. ഇല ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ സീസൺ കഴിഞ്ഞല്ല. സീസൺ കഴിഞ്ഞ് അല്ലെങ്കിൽ നിറയെ പോവാണ്. ബൊഗേൻവില്ല ഇത്രയും വെറൈറ്റി എവിടെ കണ്ടാലും വാങ്ങിക്കും, അല്ലെങ്കിൽ ചോദിക്കും. നമുക്കൊരു സന്തോഷമാണ്. ചെടി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ചെറുപ്പം മുതലേ ഉള്ള വെണ്ണിയാണ് എനിക്കത്. നമുക്കൊരു സെയിലിംഗ് നടക്കും അത്യാവശ്യം. ഇതിന്റെ മുകളിൽ നിറയെ ചെടിയായിരുന്നു. ഇപ്പതേ മഴയൊക്കെ പെയ്ത് പൂപ്പലോ പിടിച്ചാകെ അലമ്പായി. ചേച്ചി, 10 മണിപ്പൂവ് ഇച്ചിരി വലിയ വലിപ്പമുള്ള പൂവാ. ഇത് ചെറിയ പൂ. ഇതിന് പേരൊന്നുമില്ല. നല്ല റോസാപ്പൂവിന്റെ അത്ര ഉണ്ടാവും. ഇത് ശരിക്കൊരു റോസാപ്പൂവിന്റെ അത്ര ഉണ്ടാവും. ഇതും നല്ല നല്ല ഹെൽത്തി പ്ലാന്റുകളാണ്. ഇതും ചേച്ചി വാങ്ങിച്ചതാണ്. എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിലുണ്ട്. ഞങ്ങൾ ചേർത്തേ നിത്തിക്കുണ്ട്. ഓക്കെ, എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ. ഇത് കൃത്യം 10 മണിയാകുമ്പോൾ ഇത് 10-10:30 ആകുമ്പോഴത്തേനും വിരിയും. 10:30 മറ്റേ ചെറിയ പൂ 10 മണിയാകുമ്പോഴത്തേനും ഇത് അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ ഒറ്റ ദിവസം മാത്രമേ നിൽക്കുള്ളൂ? ഇത് ഒറ്റ ദിവസം നിൽക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതും ചോദിച്ചാലും കൊടുക്കും. അതേപോലെ പിറ്റൂണിയ. അത് മഴ ആയതുകൊണ്ട് അതിനകത്തേക്ക് കയറ്റി വെച്ചേക്കണതാ. ഇതിപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത്. പിറ്റൂണിയ
അതും ഡിമാൻഡുള്ള ചെടിയാണ്, ആൾക്കാർ ഇഷ്ടം പോലെ കൊണ്ടുപോകുന്നുണ്ട്. പ്ലാന്റിന് എന്ത് റേറ്റ് വരും? ഇത് 300, 200 അങ്ങനെ പല റേറ്റാണ്. പ്ലാന്റ് ആയിട്ടാണോ ഒരു പീസ് ആയിട്ടാണോ? ഇല്ല, ഇത് ഇപ്പോൾ ഒരു 300 രൂപയായിട്ട് കൊടുക്കും. ഒരു പ്ലാന്റ് ഒരു പ്ലാന്റ് ചട്ടിയപ്പാട്. അടിപൊളിയായിട്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഈ ഫ്ലവറിന്റെ ഒക്കെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണം അല്ലേ? ഇത് ഇപ്പം മഴയായതുകൊണ്ട് വലിയ മറ്റേ ബൊഗൻവില്ലയില് അടിപൊളി വെറൈറ്റിയാണ്. അതിപ്പോ പറഞ്ഞില്ലേ, പൂ കുറവാണ്, മഴയായതുകൊണ്ട് പൂ കുറഞ്ഞു. നല്ല വേനൊക്കെ ആകുമ്പോ ഇല ഉണ്ടാവില്ല, ഇല ഉണ്ടാവില്ല, പൂ നിറയും പൂവായിരിക്കും. ചില വീടുകളിലൊക്കെ കാണാം സൈഡിലൊക്കെ ഒരുപാട് പക്ഷെ ചിലയിടത്ത് ഒറ്റ വെറൈറ്റി ഉണ്ടാവുള്ളൂ, പക്ഷെ ഇല ഉണ്ടാവില്ല. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. ചേച്ചിയുടെ കളക്ഷനൊക്കെ ഇനിയും ഉണ്ടാവട്ടെ. എന്തായാലും നമുക്ക് ഈ വീഡിയോ കണ്ടിട്ടായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റി ഉള്ളതിലെ ചോദിച്ചാൽ കൊടുക്കും, ചെറിയ റേറ്റ് ഇട്ട് കൊടുക്കും അല്ലേ? അപ്പോൾ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു ചേച്ചി. ഓക്കെ.